ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 722 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രഭാത ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 24 അധ്യായം 18 തിരുവചനമാണ്. യഹോവ എന്നെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചാറേയും നീ എന്നെ കൊല്ലാതെ വിട്ടതിനാൽ നീ ഇന്ന് എനിക്ക് ഗുണം ചെയ്തതായി ഞാൻ അറിഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരിക്കൽ ഒരു കൃഷിക്കാരൻ തൻ്റെ കൃഷിത്തോട്ടത്തിലെ വിളകളൊക്കെയും നോക്കുവാനായി, പരിശോധിക്കുവാനായി തൻ്റെ ട്രക്കിൽ കയറി രാവിലെ തന്നെ യാത്ര ചെയ്യുകയാണ്. തൻ്റെ സ്ഥലത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ അയാളുടെ രക്തം തിളയ്ക്കുവാനായിട്ട് തുടങ്ങി. കാരണം എന്താണെന്നോ, ആരോ അനധികൃതമായി അയാളുടെ സ്ഥലത്ത് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ്. അയാൾ ആ മാലിന്യങ്ങൾ തൻ്റെ ട്രക്കിലേക്ക് കയറ്റുവാനായിട്ട് തുടങ്ങി. അന്നേരം ആ കൂട്ടത്തിൽ നിന്ന് ആ മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ടയാളുടെ മേൽവിലാസം കിട്ടുവാനായിട്ട് ഇടയായി. മേൽവിലാസമുള്ള ആ കവർ അയാൾ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് ഈ മാലിന്യങ്ങളൊക്കെയും ഈ ട്രക്കിലേക്ക് കയറ്റി. കൂട്ടത്തിൽ തൻ്റെ വീട്ടിലെ കുറെ മാലിന്യങ്ങളും ഈ ട്രക്കിലേക്ക് കയറ്റി. അങ്ങനെ അയാൾ യാത്ര ചെയ്ത് ഈ വിലാസമുള്ള ആളിൻ്റെ വീട്ടിൽ ഈ മാലിന്യങ്ങളൊക്കെയും കൊണ്ടുവന്ന് നിക്ഷേപിച്ചു. ചിലർ പറയുന്നു പ്രതികാരം മധുരതരമാണ് എന്ന്. ചിലർ പറയുന്നു പ്രതികാരം അത് വീട്ടാനുള്ളതാണ് എന്ന്. പ്രിയമുള്ളവരെ, 1 ശമൂവേൽ 24 അധ്യായത്തിൽ കൊലപാതകിയായ ശൗലിനെ ഭയന്നിട്ട് ദാവീദും കൂട്ടരും ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ച് ഒളിച്ചിരിക്കുകയാണ്. അന്നേരം അതേ ഗുഹയിലേക്ക് തന്നെ ശൗൽ വിശ്രമത്തിനായിട്ട് കടന്നു വരികയാണ്. ഇവിടെ ഒരു സുവർണാവസരമാണ് ദാവീദിന് ലഭിക്കുന്നത്. എന്നാൽ ദാവീദ് തൻ്റെ കൂടെയുള്ള ആളുകളോട് പറഞ്ഞത് എന്താണ് എന്നറിയുമോ? യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാനന്റെ നേരെ ഇത് ചെയ്യുവാനായിട്ട് എനിക്ക് ഇടവരുത്തരുതേ എന്നാണ്. ഏതാണ് ശരി? ഈ കൃഷിക്കാരനെ പോലെ പകരം വീട്ടണം എന്ന് ചിന്തിക്കുന്നതോ, അല്ലെങ്കിൽ ദാവീദിനെ പോലെ ഇത്തരത്തിൽ പകരം വീട്ടുവാനുള്ള അവസരം ലഭിച്ചിട്ടും അതിൽ നിന്ന് പിന്മാറുന്നതോ? പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് എന്താണ്? കർത്താവ് നമ്മളോട് പറഞ്ഞു, നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, നീ ശത്രുക്കളെ കൂടിയും സ്നേഹിക്കുക എന്ന്. പ്രിയമുള്ളവരെ, ഈ യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകൾ എന്നും നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. യേശു ക്രിസ്തുവിനെ മാർഗദീപമായി സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള ഒരു കൃപയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടി ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്നിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.